എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വളരെ മുൻപേ സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ സ്റ്റാൻലിയുടെ മുൻപിൽ എത്തിയ ബാലചന്ദ്രന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് സ്റ്റാൻലി. അതേസമയം തന്നെ അലീനയുടെ കൈ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അലീന ഷേക്ക് ഹാൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അലീന വളരെ അത്ഭുതത്തോടെ സ്റ്റാൻലിയെ നോക്കി നിൽക്കുവാണ്. അലീന ആലോചിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻലി വീട്ടിലേക്ക് വന്നിട്ട് പോലും ബാലചന്ദ്രൻ, അതായത് അച്ഛൻ, ഒരു വാക്ക് പോലും തന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് സ്റ്റാൻലിയെ തന്നെ നോക്കി നിൽക്കുവാണ് അലീന. അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു മാനസിക അവസ്ഥയായിപ്പോയി. അതേസമയം തന്നെ സ്റ്റാൻലി കൈ കൊടുത്തപ്പോ അലീന കൈ കൊടുക്കാത്തത് കൊണ്ട് തന്നെ സ്റ്റാൻലി സോറി പറയുന്നുണ്ട്. സ്റ്റാൻലിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. സോറി പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുവാണ്, ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ട് പോലും ഞാനൊന്നും പറഞ്ഞില്ല ആണോ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോ അലീന വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട് അലീന. സമയം ബാലചന്ദ്രൻ മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അലീന മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോയിരിക്കുവാണ്. എന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അലീന. ഈ സമയം സ്റ്റാൻലി ചോദിക്കുവാണ്, എന്താ ബാലചന്ദ്ര, ഒന്നും അവളോട് പറഞ്ഞില്ലായിരുന്നോ? ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ്, ഇല്ല, ഞാനൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. ഓ, എന്നെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണോ? നിങ്ങൾ സ്റ്റാൻലി ജോസഫ് ആണെന്നും അവളുടെ പപ്പയാണെന്നുമുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടാ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. കാര്യം ഞാൻ വരുന്ന വഴിയിലാ പറഞ്ഞത് അവളോട്, അല്ലാതെ കൂടുതലായിട്ടൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വന്നു പോയിട്ടും ഇതാരാണെന്ന് പോലും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഏതായാലും ഞാൻ പോയി ഒന്ന് സമാധാനിപ്പിക്കാം അവളെ. എന്നെ കണ്ട ഷോക്കില് അവൾക്ക് വളരെ വിഷമം ആയി കാണും. അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോ നമ്മുടെ അലീന പൊട്ടിക്കരയുവാണ്. എന്താ മോളെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അലീന ബാലചന്ദ്രന്റെ മുഖത്ത് രൂക്ഷമായി തന്നെ നോക്കുവാണ്. മോളെ, അത് അച്ഛൻ എന്നോട് കള്ളം പറഞ്ഞതാ അല്ലേ അച്ഛാ? ഞാനൊരു കള്ളവും പറഞ്ഞില്ലല്ലോ മോളെ. സത്യം എന്റെ അടുത്ത് മറച്ചു വെച്ചു. ഇത് വേറൊന്നും കൊണ്ടല്ല മോളെ, അപ്പോഴത്തെ ആ സിറ്റുവേഷൻ ആയതുകൊണ്ടാ. പേര് പോലും അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ലാലിച്ചൻ എന്നല്ലേ അച്ഛൻ എന്നോട് ആ പേര് പറഞ്ഞത്? എന്തിനാ അച്ഛാ എന്നോട് രണ്ടുപേരും ചേർന്ന് ഈ കള്ളത്തരമൊക്കെ കാണിച്ചത്? മോളെ, നീ 23 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പോരാഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് അയാളെ കാണുന്നത് വരെ അലീന എന്നൊരു വ്യക്തി ഈ ഭൂമിയിൽ ഉള്ളതായിട്ട് അയാൾക്കും അറിയത്തില്ല. മാത്രമല്ല എനിക്കും അയാളെ അറിയത്തില്ല. മനസ്സിലായോ? പിന്നെ ഇവിടേക്ക് വന്നു നിങ്ങൾക്കൊരു 23 വയസ്സ് പെൺമകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ബോധ്യമാകണ്ടേ സത്യമാണെന്ന്? ഇതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ? അതുമാത്രമല്ല, അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിന്നെ മകളായിട്ട് സ്വീകരിക്കാനുള്ള ഒരു സമയവും സന്ദർഭവും ഒക്കെ വേണ്ടേ? അതേസമയം അലീന പറയുവാണ്, ഒരു അച്ഛനാണ്, അച്ഛന്റെ മകളാണ്. എന്തൊക്കെ പരീക്ഷണങ്ങളാ അച്ഛാ നടക്കുന്നത്? ഇത് സിനിമയല്ല മോളെ. ഒരു മകളുണ്ടെന്ന് പറഞ്ഞ് തന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ അയാൾക്ക് എന്തെല്ലാം നോക്കണം, എന്തെല്ലാം പരിമിതികൾ വ്യക്തിക്കുണ്ട്. അയാളുടെ ഭാര്യ, ബന്ധുക്കൾ, മക്കൾ, സുഹൃത്തുക്കൾ, സ്റ്റാറ്റസിലോട്ട് വരുന്ന വെല്ലുവിളികൾ എല്ലാം അയാൾക്ക് നോക്കണ്ടേ? അതൊക്കെ നീ മനസ്സിലാക്കണ്ടേ? സ്റ്റാൻലി ജോസഫ് വീട്ടിൽ വന്ന സമയം ഇതാണ് നിന്റെ അച്ഛൻ എന്നു ഞാൻ നിന്നെ പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ അയാൾക്ക് മനസ്സില്ലെങ്കിൽ നിനക്ക് വിഷമാകത്തില്ലേ? അത് മാത്രമല്ല, വിഷമാകത്തില്ലേ? സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ? ഇന്നലെയാണ് എന്നോട് പറഞ്ഞത്. അതിനു മുന്നേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ ഞാൻ എങ്ങനെയാ മോളെ നിന്നോട് പറയുന്നേ? അല്ലിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അല്ലിക്ക് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇതാരാ കുട്ടികളാ എന്നൊക്കെ അത്ഭുതത്തോടെ തന്നെ അലീന ചോദിക്കുവാണ്. ബാലചന്ദ്രൻ ആ സമയത്ത് പറയുവാണ്, അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ ചോദിക്കണം. ആ സമയത്ത് അലീന പറയുവാണ്, ഞാനോ തന്നെ ചോദിക്കണം? ആരോട്? അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, ആരോടൊന്നോ? നിന്റെ അപ്പനോട് പോയി ചോദിക്കണം. നീ കണ്ടില്ലേ അയാളെ? കണ്ടു. ആ സമയത്ത് അലീനയ്ക്ക് ഒട്ടും തന്നെ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എന്തോ പോലെ തോന്നുന്നു അച്ഛാ. സമയം ബാലചന്ദ്രൻ പറയുവാണ്, അയാള് മോളുടെ. സമയം അലീന പറയുവാണ്, മനസ്സിലായി. ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ്, എനിക്ക് അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനിപ്പോ ശത്രുവായിട്ട് കാണേണ്ട ആളാണ്. പക്ഷെ നീ കാരണം ആണ് അതൊക്കെ മാറ്റിയത്, നിനക്ക് വേണ്ടി മാത്രം. ഈ സമയം അലീന പറയുവാണ്, അച്ഛ സോറി അച്ഛ, എന്നോട് ക്ഷമിക്കച്ഛ, ഞാൻ എന്റെ അവസ്ഥ മാത്രമേ ചിന്തിച്ചുള്ളൂ. ആരമില്ല അലീന എന്ന് ബാലചന്ദ്രൻ പറയുവാണ്. ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാരണത്താലും പേടിക്കണം. അയാളുടെ അവസ്ഥയും നീ മനസ്സിലാക്കണം. അന്യ സ്ത്രീയിൽ ജനിച്ച ഒരു കുട്ടിയുണ്ടെന്ന് മറ്റുള്ളവരോട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ മോളെ? മനസ്സിലായച്ച. എന്നാ നമുക്ക് പോകാം. ബാലചന്ദ്രൻ പറഞ്ഞ് അലീനയും കൂട്ടി വീണ്ടും അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫിനാണെങ്കിൽ കിച്ചണിൽ കുറച്ച് ആളുകളുണ്ടല്ലോ ജോലി ചെയ്യും, അവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ചർച്ചയിലാണ്. ഇതാരാ എന്താ? ഇതിൽ തന്നെ പൗലോസ് എന്ന് പറയുന്ന ഒരാള് പറയുവാണ്, ഈ പാലക്കാര് ഇതിനു മുന്നേയും ഇവിടെ വന്നിട്ട് പോയതാണ്.
പക്ഷെ ആ പെൺകുട്ടിയോ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഇരിക്കുന്നില്ലേ? അയാളുടെ ബന്ധുവോ ആരെങ്കിലും ആയിരിക്കും. അയാളുടെ മകളാന്നേ അച്ഛാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ എന്തിനാ ഇവിടെ വന്നത്? അന്ന് വന്നപ്പോ ഈ കുട്ടി ഇല്ലായിരുന്നു. സ്റ്റാൻലി സാറുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണും, അല്ലെങ്കിൽ സാറിന്റെ ആരെങ്കിലും ആയിരിക്കും ആ കുട്ടി. ആർക്കറിയാം, ഈ തെറ്റായ ഏതെങ്കിലും രീതി ഉണ്ടോ സാറിന്റെ എന്ന് ചോദിക്കുമ്പോ ഈ വ്യക്തി പറയുവാണ്, ഡേയും മിണ്ടാതിരിയടേ, സാർ അങ്ങനെയുള്ള ആളൊന്നുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവര് നല്ല ചൂടുള്ള വർത്തമാനത്തിലാണ്. അവരാണെങ്കിൽ ഈ അലീന ആരാണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിലാണ്. അങ്ങനെ അലീന അകത്തേക്ക് കയറി വരുന്നുണ്ട്. സമയത്ത് സ്റ്റാൻലി ചോദിക്കുവാണ്, എന്തു പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുവാണ്. പിന്നെ ഇണങ്ങി വരാനും പരിചയപ്പെടാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ട് കാണും എന്ന് സ്റ്റാൻലി പറയുമ്പോ ബാലചന്ദ്രൻ പറയുവാണ്, അതല്ല, അവളോട് അന്ന് ആദ്യം കണ്ടപ്പോഴേ ഒന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം മറച്ചു വെച്ചല്ലോ. ഇതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ടാണ് അതവൾക്ക് നല്ല വിഷമമായി. സാരമില്ല. ഈ സമയം തന്നെ സ്റ്റാൻലി പറയുവാണ്, ഞാൻ അങ്ങനെ വേറുള്ളവരോട് അത്ര പെട്ടെന്നൊന്നും അടുക്കത്തില്ല. എന്റെ അപ്പച്ചൻ പറയാറുണ്ട് ഞാൻ ഇത്തിരി തനക്ക് താല്പര്യം കുറവുള്ള ആളാണ്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല, ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കുകയും ഇമോഷണലായിട്ട് ധരിക്കുകയും നല്ല ഇണങ്ങുന്ന ആൾക്കാരാ. പിന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് മയത്തിലൊക്കെ പെരുമാറണം, പഠിച്ചോളാം എന്ന് സ്റ്റാൻലി പറയുവാണ് ബാലചന്ദ്രനോട്. ഒരുപാട് സ്നേഹം എനിക്കുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്, പിന്നെ അതൊക്കെ എപ്പോഴോ പോയി. ശേഷം എന്റെ സ്വഭാവ രീതികളെല്ലാം ഇങ്ങനെയായി മാറി. എന്റെ സ്റ്റാൻലി പറയുന്ന കേട്ടപ്പോ ബാലചന്ദ്രന് വല്ലാതാകുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നത് വൈജിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ്. സ്റ്റാൻലി പറയുവാണ്, ഇനിയിപ്പോ ഞാനെല്ലാം പഠിച്ചോളാം എന്ന് പറയുമ്പോ ബാലചന്ദ്രൻ പറയുവാണ്, വേണ്ടി വരും. ശരി, നിങ്ങൾ ദൂരെ നിന്നും വരുന്നതല്ലേ, എന്തെങ്കിലും ഇനി കഴിക്കാം. ഇവിടെ കിച്ചണില് ആളുകളുണ്ട്, അവരെല്ലാം ആക്കിക്കൊണ്ടിരിക്കുക. ഇല്ല, ഞങ്ങൾ വരുന്ന വഴിയിൽ ഹോട്ടലിൽ നിന്നാ കഴിച്ചത്. പ്ലീസ് കഴിക്കാതെ പോകരുത്. എന്റെ വീട്ടിലേക്ക് ഇത്രയും പ്രാധാന്യമുള്ള ആള് ഇതുവരെയായിട്ടും വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, ദിവസത്തിന്റെ സന്തോഷത്തിലേക്ക് വേണ്ടിയെങ്കിലും എന്ന് പറയുമ്പോ ബാലചന്ദ്രൻ ഒരു വല്ലാത്ത അവസ്ഥയിലാകുന്നുണ്ട്. അതേസമയം അലീനയും പറയുവാണ്, കഴിക്കോ അച്ഛാ, കഴിച്ചിട്ട് പോയാൽ മതി അച്ഛാ. അതേസമയം സ്റ്റാൻലി പറയുവാണ്, അതെ, ഞാൻ അവിടെ വന്ന് കോഫിയൊക്കെ കുടിച്ചില്ലേ, എന്തായാലും നിങ്ങൾ അലീനയുടെ അച്ഛനാണ്, ഞാൻ അവളുടെ പപ്പയാകാൻ പോകുന്നതേ ഉള്ളൂ. ഇടയിൽ ഒരു പാലമുണ്ട്. ശരി, നിങ്ങളുടെ ആതിഥ്യം ഞാൻ നിഷേധിക്കുന്നില്ല, പെട്ടിയൊക്കെ എടുക്ക്. ഈ സമയം സ്റ്റാൻലി പറയുവാണ്, വേണ്ട വേണ്ട, അത് ഇവിടുത്തെ ആന്റപ്പനോ പൗലോസോ എടുക്കും, പിന്നെ എടുക്കാം, രണ്ടുപേരും വരൂ. അതേസമയം തന്നെ ബാലചന്ദ്രന്റെ കയ്യിലേക്ക് അലീന പിടിച്ചിരിക്കുവാണ്. അങ്ങനെ അവരകത്തേക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ആന്റപ്പനെയും പൗലോജീവിനെയും വിളിക്കുവാണേ. എന്നിട്ട് ആന്റപ്പനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. ചായയാണ് ഇവർക്ക് ആവശ്യം. അങ്ങനെ അവര് ഒഴിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം അവരോട് പറയുവാണ്, നിങ്ങൾ ഇരിക്കെന്ന്. ആ സമയത്ത് ബൈജുവിനെയും പൗലോസിനെയും ആന്റപ്പനെയും വിളിച്ചിട്ട് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കുക്ക് ഇതാണ്, മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഇയാളാണ്, എല്ലാവരും എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്റ്റാൻലി. അലീനയ്ക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നുവാണ്. ഈ വീടും അന്തരീക്ഷവും എല്ലാം ഇങ്ങനെ മാറി മാറി അവൾ നോക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഒരു പുതിയൊരു വീട്ടിലേക്ക് വന്നതിന്റെ വിഷമവും മുഖത്തുണ്ട്. അങ്ങനെ അലീനയും ബാലചന്ദ്രനും ചായ കുടിക്കുവാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയും പരിചയപ്പെടുത്തി കൊടുക്കുവാണ് അവർക്ക്. ഇതാരാണെന്നറിയോ, ഇതെന്റെ മകൾ അലീനയാണ്. കേൾക്കുന്നതും ആ ജോലിക്കാര് 3 പേരും ഞെട്ടുന്നുണ്ട്. അതെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലെ, എനിക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടോ എന്ന്. അവൾക്ക് 23 വയസ്സായി. എന്റെ മകളാണ്. 23 വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയില് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന സ്ത്രീയിൽ എനിക്കുണ്ടായ മകളാണ് ഇത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഈ ഇരിക്കുന്നത് പാലയിലെ ബാലചന്ദ്രമേനോൻ. ഇദ്ദേഹമാണ് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇങ്ങനെയൊരു മകൾ ഉണ്ടെന്ന് പരിചയപ്പെടുത്തി തന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തേക്കണം. പിന്നെ ഇത് എന്താ, എങ്ങനെ, ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് അയാൾ അങ്ങനെ വെട്ടി തുറന്ന് പറയുമ്പോ സമയത്ത് അലീനയും ബാലചന്ദ്രനും അന്തം വിട്ടു പോകുന്നുണ്ട്. സ്റ്റാൻലി ഇങ്ങനെ വെട്ടി തുറന്ന് പറയുമെന്ന് അലീനയോ ബാലചന്ദ്രനോ ആ സമയത്ത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സമയം സ്റ്റാൻലി പറയുവാണ്, നിങ്ങൾ കഴിക്ക്. അവരോട് 3 പേരോടും യഥാർത്ഥ സത്യം പറയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത്. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത ഓരോ കാര്യങ്ങളായിട്ട് ഉണ്ടാക്കും. ഒരു പെൺകുട്ടിയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, വേറെ പലതും പറഞ്ഞുണ്ടാക്കിയാലോ. കൊണ്ടാ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഇതേസമയം തന്നെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുവാണ്, അലീന എന്നോട് ചോദിക്കുവാണ്, സ്റ്റാൻലിക്ക് വേറെ ഭാര്യയും മക്കളും ഇല്ലേന്ന്. അതേസമയം സ്റ്റാൻലി പറയുവാണ്, എല്ലാവരും ഉണ്ട് അലീന,
എനിക്ക്. പക്ഷേ ഈ വീട്ടിൽ ആരുമില്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്റെ തോട്ടം നോക്കാൻ വേണ്ടി വാങ്ങിയ വീടാണിത്. അഞ്ചലില് എനിക്ക് വേറൊരു വീടുണ്ട്. അവിടെയാണ് വൈഫും കുട്ടികളും എല്ലാം താമസിക്കുന്നത്. ഇങ്ങനെ പറയുവാണ്. സ്റ്റാൻലി ചോദിക്കുവാണ്, നിങ്ങൾ ചായ മാത്രമേ കഴിക്കുന്നുള്ളൂ? കഴിക്കാനുള്ളതും കൂടെ എടുത്ത് കഴിക്കുക. ഇല്ല, പറഞ്ഞത് കേട്ടില്ലേ, ഇവിടെ ജോലിക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പോ നീ വീട്ടില് കഴിക്കുക മാത്രം ചെയ്താൽ മതി. അതേസമയം ബാലചന്ദ്രൻ കളിയാക്കി പറയുവാണ്, അതുകൊണ്ട് നീ ഇപ്പോഴേ തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ ജോലിക്ക് ആളുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് നായ്ക്കൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ സ്നേഹവും നന്ദിയുമുള്ള ആളുകളാണ് എന്നിങ്ങനെ ബാലചന്ദ്രനോടും അലീനയോടും സ്റ്റാൻലി ഇങ്ങനെ വിവരിക്കുവാണ്. അലീനയ്ക്കാണെങ്കിൽ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. നീ ഇതിൽ കൂടുതൽ എന്തു ചെയ്യാനാ? അങ്ങനെ അലീന ഒന്നും പറയാനാകാതെ ഇവിടെ മിണ്ടാതിരിക്കുവാണ്. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.